വെള്ളമുണ്ട വലക്കോട്ടിൽ വയലിൽ ഒരു ഭാഗത്തെ നെൽച്ചെടികൾ മാത്രം കതിരിടാത്തതിന്റെ കാരണം പഠനവിധേയമാക്കണമെന്ന് കർഷകർ. വർഷങ്ങളായി കൃഷി ചെയ്യുന്ന സ്ഥലത്ത് ആദ്യമായാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നും കർഷകർ പറഞ്ഞു. വർഷങ്ങളായി ഈ പാടത്ത് കൃഷി ഇറക്കുന്നുണ്ട്. പരമ്പരാഗതമായി സംരക്ഷിച്ചു വരുന്ന തൊണ്ടിയിനത്തിലുള്ള നെല്ലാണ് കൃഷി ഇറക്കിയത്. എന്നാൽ 20 സെന്റ് സ്ഥലത്തെ നെൽച്ചെടികൾ കതിരിട്ടില്ലെന്നാണ് കർഷകർ പറയുന്നത്. നെൽവയലിന് സമീപത്തെ വൈദ്യുത പോസ്റ്റിൽ മാസങ്ങൾക്ക് മുൻപ് തെരുവ് വിളക്ക് സ്ഥാപിച്ചിരുന്നു. പ്രകാശം പതിക്കുന്ന ഭാഗത്താണ് നെല്ല് കതിരിടാത്തതെന്നും കർഷകർ പറയുന്നു. നെല്ല് ഇതുപോലെ പകുതി ഭാഗം പച്ചയും പകുതി ഭാഗം വിളഞ്ഞിട്ടുണ്ട്. അതായത് ഇജി കുറെ 100-200-300 വർഷം പഴക്കമുള്ള വിത്തുകളാണ് വെളിയൻ, തൊണ്ടി, ചോമാല. ഇത് പാരമ്പര്യമായിട്ട് നമ്മൾ നട്ട് വിളയെടുത്തുകൊണ്ടിരിക്കുന്ന സാധനമാണ്. ഈ സ്ട്രീറ്റ് ലൈറ്റ് വന്നതിന് ശേഷം നമുക്ക് ഈ ആ ലൈറ്റ് അടിക്കുന്ന ഭാഗത്ത് തികച്ചും പച്ചയായി നിൽക്കുന്നത്, വിളഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ മറ്റുള്ള പ്രശ്നങ്ങളുണ്ട്. ബാക്കിയുള്ള ഏരിയയിൽ നമുക്ക് അത് വിളഞ്ഞ് വിളവെടുപ്പ് കൊയ്ത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഇന്നും പച്ച തന്നെയാണ്. നെല്ല് കതിരിടാത്തതിന്റെ കാരണം കൃഷിവകുപ്പ് പഠനവിധേയമാക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. വിജിത്ത്, വയനാട് വിഷൻ, വെള്ളമുണ്ട.